കുരിശോളം മറ്റൊന്നും വേണ്ട, നിൻ സ്നേഹത്തോളം മറ്റൊന്നുമില്ല. മരിച്ചെങ്ങാനും ഞാൻ സ്വർഗത്ത് പോവുകയാണെങ്കിൽ ഞാൻ ആദ്യം അന്വേഷിക്കുന്നത് സ്വർഗത്ത് പിതാവായ ദൈവം എവിടെയാണെന്നാണ്. അതിന് കാരണം ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ എങ്ങനെ മനസ്സ് വന്നുവെന്ന് ഉറപ്പായിട്ട് ഞാൻ ചോദിക്കും. അതിന് വളരെ ബേസായിട്ടുള്ളൊരു കാര്യം ഇന്നത്തെ ഗോസ്പലിലൊരു വചനമാണ്. തൻ്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. എത്രമാത്രം, അതാണ് അറിയേണ്ടത്. കാര്യം ഇത്രത്തോളം സ്നേഹത്തിൽ മനുഷ്യരെ സൃഷ്ടിച്ച്, ജീവജാലങ്ങളെ സൃഷ്ടിച്ച്, സർവ്വചരാചരങ്ങളെ സൃഷ്ടിച്ച് ആ പൊന്നു തമ്പുരാനെ എല്ലായ്പ്പോഴും മറുതലിച്ച് നിന്ന ഒരു വർഗമാണ് മനുഷ്യർ. ഇങ്ങനെ എല്ലായ്പ്പോഴും പിറുപിറുത്തും കുറ്റപ്പെടുത്തിയും ദൈവത്തിൽ നിന്ന് പാവം ചെയ്ത് അകന്നു പോയിട്ടും അവസാനം തൻ്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം സ്നേഹിക്കാൻ എന്ത് മേന്മയാണ് മനുഷ്യർക്കുള്ളത്? ഈ ഒരു ചോദ്യം ചോദിക്കാതിരുന്നാൽ ശരിയാകില്ല എന്ന് തോന്നുന്നു. ഇത് ഗോസ്പൽ ഈ ഒരു സ്നേഹത്തിൻ്റെ വെളിച്ചത്തിൽ ധ്യാനിക്കാനുള്ളതാണ്. ഒരപ്പന് ഏറ്റവും സ്നേഹിച്ച് ലാളിച്ച് ഒരു മകനുണ്ടായിരിക്കെ ഏതെങ്കിലും മനുഷ്യർക്ക് വേണ്ടി ആ മകനെ എറിഞ്ഞു കൊടുക്കുന്ന ഒരു പിതാവുണ്ടോ? അങ്ങനെ ഒരു പിതാവ് എറിഞ്ഞു കൊടുത്താൽ ആ പിതാവ് ഏത് രീതിയിലായിരിക്കും ഈ കാലഘട്ടത്തിൽ വ്യാഖ്യാനിക്കപ്പെടാൻ പോകുന്നത്? മക്കളുടെ കയ്യിൽ ഒരു മുള്ളുകൊണ്ടാൽ പിടയുന്ന മാതാപിതാക്കളുള്ള എന്നീ ഭൂമിയിൽ ഒരു മകനെ കാരിലും ബാണികളാൽ തറയ്ക്കാൻ തക്ക വിധത്തിൽ, അവസാന തുള്ളി രക്തവും ചിന്തി പിടയാൻ തക്ക വിധത്തിൽ ഒരു പിതാവ് മകനെ ഈ ഭൂമിക്ക് നൽകി. എല്ലാം പോട്ടെന്ന് വയ്ക്കാം, ഏറ്റവും അവസാനം എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എന്തുകൊണ്ടങ്ങനെ ഉപേക്ഷിച്ചു എന്ന നിലവിളി പോലും ഉയർത്തിയിട്ട് ആ സ്വർഗം തുറക്കപ്പെട്ടില്ല. അതിനു മുമ്പ് പല പ്രാവശ്യം ആ സ്വർഗം ആ പുത്രന് വേണ്ടി തുറക്കപ്പെട്ടിട്ടുണ്ട്. ഇവനെൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നുവെന്നും ഇവനെൻ്റെ പ്രിയപുത്രൻ, ഇവനെ ശ്രവിക്കുന്നുവെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടും ആ കാൽവരി നെറുകയിൽ ആരും എന്തേ ശ്രവിക്കാതെ പോയത്? ഒരുപക്ഷെ ഈ ഭൂമിയെ അത്രത്തോളം ഒരു പിതാവിന് സ്നേഹിക്കാനാകുമെന്ന് പറയാൻ വേണ്ടിയാകും ആ സ്വർഗത്തിലെ മൗനം. പ്രിയമുള്ളവരെ, കുറച്ചും കൂടി ഒരു കുടുംബത്തിനകത്തിരുന്ന് ഈ സുവിശേഷഭാവം ധ്യാനിക്കണമെന്ന് തോന്നുന്നു. എന്നെ കേൾക്കുന്ന ഓരോ അപ്പനും എന്നെ കേൾക്കുന്ന ഓരോ അമ്മയും തൻ്റെ മകനെ അല്ലെങ്കിൽ മകളെ മറ്റാർക്കെങ്കിലും വേണ്ടി എറിഞ്ഞു കൊടുക്കുന്ന ഒരു മനോഭാവം ഉണ്ടാകുമോ? അങ്ങനെ ഈ ഭൂമിക്ക് വേണ്ടി തൻ്റെ മകനെ എറിഞ്ഞു കൊടുത്ത ഒരു പിതാവ് സ്വർഗത്തിലുണ്ട് എന്നുള്ളതാണ് ഇന്നത്തെ സുവിശേഷം നൽകുന്ന വെളിച്ചം. കണ്ണും പൂട്ടി ധ്യാനിച്ചാൽ, വളരെ ഹൃദ്യമായി ഹൃദയം കൊണ്ട് ധ്യാനിച്ചാൽ ഉറപ്പായിട്ടും കണ്ണു നിറയുന്ന വചനമാണ്. തൻ്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം ദൈവം ഈ ഭൂമിയെ അത്രമാത്രം സ്നേഹിച്ചു. എത്രത്തോളം എന്ന കണക്ക് യോഹന്നാൻ സുവിശേഷകൻ വെളിപ്പെടുത്തിയില്ല. കാരണം അതിന് കണക്കില്ലല്ലോ. സ്നേഹത്തിന് അതിരുകളില്ലാതെ ഒരു പിതാവ് സ്വർഗത്തുണ്ട് എന്ന് നാം ധ്യാനിക്കുമ്പോൾ ആ ധ്യാനത്തിൻ്റെ, ആ സ്നേഹത്തിൻ്റെ അളവ് ആ മകൻ്റെ ചോരയാണ്, ആ മകൻ്റെ കുരിശിലെ പിടച്ചിലാണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നിൻ കുരിശോളം മറ്റൊന്നും വേണ്ട, നിൻ സ്നേഹത്തോളം മറ്റൊന്നുമില്ല. മാറുപിളർന്നുള്ള നിൻ ത്യാഗത്തോളം ഒന്നുമില്ലേ ഭൂവിലെൻ തമ്പുരാനേ. നിൻ കുരിശോളം മറ്റൊന്നും വേണ്ട, നിൻ സ്നേഹത്തോളം മറ്റൊന്നുമില്ല. മാറുപിളർന്നുള്ള നിൻ ത്യാഗത്തോളം ഒന്നുമില്ലേ ഭൂവിലെൻ തമ്പുരാനേ. യേശുവേ എൻ സ്നേഹമേ, നിത്യസ്തുതിക്കെന്നും യോഗ്യൻ നീ. യേശുവേ എൻ സ്നേഹമേ, നിത്യസ്തുതിക്കെന്നും യോഗ്യൻ നീ. കണ്ണും പൂട്ടി ധ്യാനിച്ചാൽ, വളരെ ഹൃദ്യമായി ഹൃദയം കൊണ്ട് ധ്യാനിച്ചാൽ ഉറപ്പായിട്ടും കണ്ണു നിറയുന്ന വചനമാണ്. തൻ്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം ദൈവം ഈ ഭൂമിയെ അത്രമാത്രം സ്നേഹിച്ചു. സ്നേഹത്തിന് അതിരുകളില്ലാതെ ഒരു പിതാവ് സ്വർഗത്തുണ്ട് എന്ന് നാം ധ്യാനിക്കുമ്പോൾ ആ സ്നേഹത്തിൻ്റെ അളവ് ആ മകൻ്റെ ചോരയാണ്. തിരുരക്തത്തുള്ളിയൂറും നിൻ തിരുമുറിവുകളിൽ എന്നെ എന്നും മറ
മറയ്ക്കണമേ. തിരുരക്തത്തുള്ളിയൂറും നിൻ തിരുമുറിവുകളിൽ എന്നെ എന്നും മറയ്ക്കണമേ. അളവില്ലാ സ്നേഹം ആവോളം നുകരാ പാപിയാമിന്നിൽ കനിയേണമേ. അളവില്ലാ സ്നേഹം ആവോളം നുകരാ പാപിയാമിന്നിൽ കനിയേണമേ. നിൻ കുരിശിലെ സ്നേഹത്തിൽ ചേർക്കേണമേ. യേശുവേ എൻ സ്നേഹമേ, നിത്യസ്തുതിക്കെന്നും യോഗ്യൻ നീ. യേശുവേ എൻ സ്നേഹമേ, നിത്യസ്തുതിക്കെന്നും യോഗ്യൻ നീ. മക്കളുടെ കയ്യിൽ ഒരു മുള്ളുകൊണ്ടാൽ പിടയുന്ന മാതാപിതാക്കളുള്ള എന്നീ ഭൂമിയിൽ ഒരു മകനെ കാരിലും ബാണികളാൽ തറയ്ക്കാൻ തക്ക വിധത്തിൽ അവസാന തുള്ളി രക്തവും ചിന്തി പിടയാൻ തക്ക വിധത്തിൽ ഒരു പിതാവ് മകനെ ഈ ഭൂമിക്ക് നൽകി. ഏറ്റവും അവസാനം എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എന്തുകൊണ്ടങ്ങനെ ഉപേക്ഷിച്ചു എന്ന നിലവിളി പോലും ഉയർത്തിയിട്ട് ആ സ്വർഗം തുറക്കപ്പെട്ടില്ല. മരണത്തിനായി അന്ത്യനാളിൽ ഞാനൊരുങ്ങുന്ന നേരം എൻ ചാരേ നീ ഇരിക്കണമേ. മരണത്തിനായി അന്ത്യനാളിൽ ഞാനൊരുങ്ങുന്ന നേരം എൻ ചാരേ നീ ഇരിക്കണമേ. അമ്മ തൻ മടിയിൽ തല ചായ്ച്ച പോലെ നിൻ കുരിശോടു ഞാൻ ചേർന്നിടട്ടെ. അമ്മ തൻ മടിയിൽ തല ചായ്ച്ച പോലെ നിൻ കുരിശോടു ഞാൻ ചേർന്നിടട്ടെ. എൻ ജീവിതം ബലിയായി തീർത്തിടട്ടെ. നിൻ കുരിശോളം മറ്റൊന്നും വേണ്ട, നിൻ സ്നേഹത്തോളം മറ്റൊന്നുമില്ല. മാറുപിളർന്നുള്ള നിൻ ത്യാഗത്തോളം ഒന്നുമില്ലേ ഭൂവിലെൻ തമ്പുരാനെ. നിൻ കുരിശോളം മറ്റൊന്നും വേണ്ട, നിൻ സ്നേഹത്തോളം മറ്റൊന്നുമില്ല. മാറുപിളർന്നുള്ള നിൻ ത്യാഗത്തോളം ഒന്നുമില്ലേ ഭൂ